പരിശുദ്ധമായ ഇസ്ലാമിനെയും പരിശുദ്ധമായ മതത്തെയും നിന്ദിക്കുന്ന രൂപത്തിലുള്ള പല വീഡിയോകളും പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർ ഈ മതത്തെ നിന്ദിക്കുന്ന രൂപത്തിൽ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ, അതിനുശേഷം ഞാൻ പറയാം. ഞങ്ങൾ ദുആ ചെയ്യുന്ന ദുആ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ. എത്ര വലിയ വിഷമകരമായ ഒരു അവസ്ഥയാണ്. പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു ഉത്തരവാദിത്തം ഞാൻ കൂടുകയാണ്. നാളെ പടച്ചറബ് എന്തുകൊണ്ട് അതിനെതിരെ പ്രതികരിച്ചില്ല എന്നൊരു ചോദ്യം ചോദിക്കാൻ ഇടയുണ്ടായതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഇത് ഏതോ ഒരു തിയേറ്ററിന്റെ ഉള്ളിൽ നടന്ന സംഭവമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ തിയേറ്ററിൽ ആ ഭാഗം ഒരു മയ്യത്ത് മുന്നിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ മരണ വീട്ടിലോ, രണ്ടാലും ഉറപ്പാണ്, അറിയില്ല. എന്തായിരുന്നാലും മരണ വീട്ടിലോ മയ്യത്ത് മുമ്പിൽ വെച്ചോ മയ്യത്തിന് പുറത്തു കൊടുക്കണം, മഗ്ഫിറത്തിനും മർഹമത്തിനും വേണ്ടി വിശ്വാസികൾ നിറകണ്ണുകളോടെ പ്രാർത്ഥിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ആ സിനിമയിൽ കാണുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, ഞാൻ മറ്റൊന്നും ഇപ്പോൾ പറയുന്നില്ല, മറ്റൊന്നിലേക്കും ഇപ്പോൾ കടക്കുന്നതുമില്ല. പക്ഷേ ഞാൻ സ്നേഹത്തോടെ പുതിയ തലമുറയോട് വളരെ സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മക്കളെ, ഞാനും നിങ്ങളുമടക്കം നമ്മുടെ വീട്ടിൽ ഒന്നുകിൽ മയ്യത്തായി കിടക്കുന്നൊരു സമയം വരാനുണ്ട്. നാം എവിടെ പോയാലും പോയില്ലെങ്കിലും, നാം ഏത് മേഖലയിൽ എത്തിയാലും ഇല്ലെങ്കിലും, നമ്മുടെ ഏതൊക്കെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞാലും ഇല്ലെങ്കിലും ഒരു കാര്യം പരമാർത്ഥമാണ്, നമ്മളൊക്കെ മരിക്കേണ്ടവരാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ മരണമാസന്നമാകുന്ന സമയം മുതൽ മറ്റൊരു ലോകത്താണ്. ഈ മയ്യത്ത് അവന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ, പടച്ചവനെ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണം എന്ന് ജീവിതത്തിൽ ആ വീട് കണ്ടിട്ടില്ലാത്ത കണ്ണുനീരോടെ നമ്മുടെ ഉപ്പയും ഉമ്മയും, നമ്മുടെ സഹോദരനും സഹോദരിയും, നമ്മെ സ്നേഹിക്കുന്നവരും നാം സ്നേഹിക്കുന്നവരും ഒക്കെ ഒരേ വികാരത്തിൽ നമുക്ക് വേണ്ടി കണ്ണീർ വാർക്കുന്നൊരു രംഗം വരാനുണ്ട്. ആ സമയത്ത് ഉടമസ്ഥനായ തമ്പുരാൻ കനിഞ്ഞാലല്ലാതെ ഖബറിൽ നമുക്ക് സമാധാനമായി കിടക്കാൻ സാധ്യമല്ല. ഞാനിത് പറയുന്നത് മുസ്ലിം വിശ്വാസികളായ യുവതി യുവാക്കളോടാണ്. ആ സിനിമാ തിയേറ്ററിൽ ആമീൻ പറഞ്ഞവർ ഒരിക്കലും ഇതര സഹോദരങ്ങളാവുകയില്ല എന്ന ഉറപ്പിൽ എന്റെ പ്രിയപ്പെട്ട ഈ മതത്തിൽ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ട യുവതി യുവാക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഒരു ആമീനു വേണ്ടി ദാഹിക്കുന്ന ഒരു കാലം തുടങ്ങാൻ പോവുകയാണ്. അത് അന്ത്യദിനം വരെ അവസാനിക്കുന്നില്ല. മരണത്തോടുകൂടി അല്ലെങ്കിൽ മരണമുഖത്തോടുകൂടി ആ പ്രാർത്ഥനയ്ക്കുള്ള വല്ലാത്ത ദാഹം പേറിയിട്ടാണ് പച്ച മണ്ണിലേക്ക് നമ്മെ വെക്കപ്പെടുന്നത് എന്ന കാര്യം ഓർക്കേണ്ടതുണ്ട്. ഏതൊക്കെ ട്രെൻഡ് വന്നാലും, ഏതൊക്കെ വലിയ തെറ്റുകൾ നിസ്സാരവൽക്കരിച്ചാലും, ഏതൊക്കെ രൂപത്തിൽ പാപങ്ങൾ കുന്നുകൂടിയാലും, മനുഷ്യർ മുഴുവനും പാപത്തിലേക്ക് ആപതിച്ചു പോയാലും, കാലം എത്ര മാറി മറിഞ്ഞാലും ഒരവസാന നാൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരവസാന ദിവസം വരാനുണ്ട്. ഒരാമീനിന് വേണ്ടി കേഴുന്ന, എനിക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്തിരുന്നെങ്കിൽ, കൈപൊക്കി എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്തിരുന്നെങ്കിൽ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എന്ന് ദാഹിക്കുന്നൊരു സമയം നമ്മിൽ നിന്നും വരാനുള്ളത് എത്ര നാളുകളാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട അനുജ സഹോദരന്മാരെ വളരെ ഗൗരവത്തിൽ ചിന്തിക്കുന്നത് നന്നായിരിക്കും. പരിശുദ്ധമായ ഇസ്ലാമിന്റെ മുഖത്ത് കരിവാരിത്തേക്കുന്ന ഈ വലിയ പാതകം ഇനി ഒരിക്കലും ആവർത്തിക്കരുത്. അത് പടച്ചവനിലേക്ക് തൗബ ചെയ്യേണ്ട വലിയ പാപമാണ്. മരണ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ഒരു പശ്ചാത്തലത്തിന്റെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് ആമീൻ പറയുന്ന പുതിയ തലമുറയുടെ വല്ലാത്ത ആഭാസത്തരം കണ്ടപ്പോ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് വളരെ ഗൗരവത്തിൽ, സ്നേഹത്തിൽ, സതുപദേശത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പടച്ചവൻ നമ്മെ മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോക സാഹചര്യങ്ങൾ നമുക്കറിയാം. നാം പല നിലക്കുള്ള പ്രളയങ്ങൾ കണ്ടവരാണ്, കൊറോണ കണ്ടവരാണ്. നിലവിൽ യുദ്ധ സാഹചര്യം കൊണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പിഞ്ചു മക്കൾ അടക്കമുള്ളവർ നിരപരാധികൾ കൊല ചെയ്യപ്പെടുകയാണ്. ലോകം മുഴുവനും യുദ്ധഭീതിയിലാണ്. നമ്മുടെ അടുക്കളയിൽ വരെ ആ യുദ്ധത്തിന്റെ പ്രയാസങ്ങളുടെ പ്രകമ്പനങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മതിമറന്ന് അഹങ്കരിച്ച് ആഭാസത്തോടടുപ്പം കാണിച്ച് പടച്ചവനോട് അന്യം നിൽക്കുന്ന, ഇതുപോലെയുള്ള പടച്ചവന്റെ കോപമിറങ്ങാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങൾ ദയവ് ചെയ്ത് ചെയ്യരുത് എന്ന് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.